മനോധൈര്യം കൈവിടാതിരുന്നാൽ ഏതാക്രമണത്തെയും ചെറുത്തു തോൽപ്പിക്കാം. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വാർത്ത അതിന് തെളിവാണ്. ഹൈദരാബാദിലെ ജ്വല്ലറിയിൽ ബുർഖ ധരിച്ചെത്തി മോഷ്ടശ്രമം നടത്തിയ ആയുധധാരികളായ മോഷ്ടാക്കളെ കടയുടമയും മകനും നേരിട്ടത് കസേര കൊണ്ടാണ്. പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് നടന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ജുവലറിയിൽ അതിക്രമിച്ച് കയറിയത്. ഒരാൾ ബുർഖയും മറ്റേയാൾ ഹെൽമറ്റും ധരിച്ചിരുന്നു. കടയുടമ ശേഷാറാമിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മോഷണത്തിന് തുനിഞ്ഞെങ്കിലും ധൈര്യം വിടാതെ ശേഷാറാമും മകൻ സുരേഷും മോഷ്ടാക്കളെ നേരിടുകയായിരുന്നു. ഉച്ചത്തിൽ നിലവിളിക്കുകയും കസേര കൊണ്ടെറിയുകയും ചെയ്തതോടെ മോഷ്ടാക്കൾ ഇറങ്ങി ഓടി. പുറത്തു വെച്ചിരുന്ന ബൈക്കിൽ കയറി ഇവർ രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബുർഖധരിച്ചയാൾ ജുവലറിയിൽ കയറിയ ഉടനെ ശേഷാറാമിന്റെ തോളിൽ ആഞ്ഞുകുത്തി. ഈ സമയം ഇയാളുടെ കൂട്ടാളി സഞ്ചിയിൽ ആഭരണങ്ങളും പണവും വാരിയിടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കയ്യിൽ കിട്ടിയ കസേര കൊണ്ട് ശേഷാറാം കവർച്ചക്കാരുടെ തലക്കടിച്ചു. മകനും ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടുകയും കസേരകളെടുത്ത് മോഷ്ടാക്കളെ എറിയുകയും ചെയ്തു. ഇതോടെ സഞ്ചി ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 25 മീറ്റർ അകലെയാണ് കവർച്ചാശ്രമം നടന്നത്. ക്രിമിനൽ സംഘമായ ബെവാറിയയിൽപ്പെട്ടവരാണ് മോഷ്ടാക്കളെന്നാണ് സംശയം. ഇവരെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഹൈദരാബാദ്.